എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തരിക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ്. റവയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു നോമ്പുതുറ വിഭവമാണ് തരിക്കഞ്ഞി. നോമ്പുതുറയ്ക്ക് മാത്രമല്ല, കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അധികം താമസിയാതെ തരിക്കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളൊരു സോസ് പാനിലേക്ക് 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് പാൽ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. 250 മില്ലിയുടെ 1 കപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ 3 കപ്പാണ് ഇത് വന്നിട്ടുള്ളത്. ഈ അളവിൽ നമുക്ക് 4 പേർക്കുള്ള തരിക്കഞ്ഞി കിട്ടും. പാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. റവ നമ്മൾ 3 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ചേർക്കുന്നത്. തരിക്കഞ്ഞിയുടെ ഒരു പ്രത്യേകത, അത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ റവ കുറുക്കി പണ്ട് നമ്മുടെ അമ്മൂമ്മമാരൊക്കെ കുറുക്കി തരാറുണ്ട്. അത് കുറച്ച് കട്ടിയിലാണ് ഉണ്ടാകുക. പക്ഷേ ഇത് കുറച്ച് ലൂസായിട്ടാണ്. നമ്മൾ 3 ടേബിൾ സ്പൂൺ റവയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. വറക്കാത്ത റവയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. വറുത്തും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പാണ് ചേർക്കുന്നത്. ഒരു 1/8 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോഴാണ് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഉപ്പ് ചേർക്കാതെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ റവയും പാലും എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ റവയും പാലും എല്ലാം കൂടി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതൊരുപാട് കട്ടിയിലല്ല ഉണ്ടാകുക, കുറച്ചൊരു ലൂസായിട്ടാണ്. എന്നാൽ നമ്മൾ കുടിക്കുമ്പോൾ ചെറിയ ചെറിയ തരികളും നമുക്ക് കിട്ടും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊരു താളിക്കലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം ചൂടായി വന്നപ്പോഴത്തേക്ക് 2-3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞാണ് അത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ ചെറിയ ഉള്ളി നെയ്യിൽ ഇങ്ങനെ മൂപ്പിച്ചിട്ട് ചേർക്കുന്നതാണ് ഈ തരിക്കഞ്ഞിയുടെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി കൊച്ചു കുട്ടികൾക്ക് ഉള്ളി അത്ര ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്ത് അല്ലാതെ തന്നെ ചെയ്യാവുന്നതാണ്. പകരം നിങ്ങൾക്ക് നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തിട്ടാൽ മതി. ഇതിലേക്കൊരു 5-6 അണ്ടിപ്പരിപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് മുന്തിരിങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടെല്ലാം കൂടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തരിക്കഞ്ഞിയിലേക്ക് അത് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ചൂടോടുകൂടിയും തണുപ്പിച്ചും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ഫില്ലിംഗ് ആയിട്ടുള്ളതും ക്ഷീണമൊക്കെ മാറുന്നതായിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. നിങ്ങൾക്ക് ഇതിന് പകരം റവയ്ക്ക് പകരം റാഗി അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള മറ്റു ഓപ്ഷൻസും എടുക്കാവുന്നതാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്